ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രണ്ട് കാലിൽ നടന്നു പോകുന്നവര് തിരിച്ചു വരുന്നത് മൂക്കിൽ പഞ്ഞിയും വെച്ചില്ല. ആ അവസ്ഥയിലേക്ക് പോലീസ് മർദ്ദനവും പോലീസിൻ്റെ സ്റ്റേഷൻ മർദ്ദനവും കാരണം ഒരുപാട് നിരപരാധികൾ കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ 9.5 വർഷത്തിനുള്ളിൽ. എന്നാൽ അതേ സമയത്ത് സർക്കാരിന് പ്രിയപ്പെട്ടവർക്കൊക്കെ കോടതി ശിക്ഷിച്ച പ്രതികൾക്ക് ജയിലുകളിൽ VIP ട്രീറ്റ്മെന്റാണ്. നമുക്കറിയാം, ഒരു പാവം പെൺകുട്ടിയെ പിച്ചി ചീന്തിയ ഗോവിന്ദസ്വാമി സുഖമായിട്ട് ജയിലിൽ ചാടിയപ്പോ എവിടെ പോയി ഈ പോലീസുകാരുടെ ശൗര്യമൊക്കെ? കൊടിസുനിക്ക് മദ്യവും കഞ്ചാവും മാത്രമല്ല, അത്യാവശ്യം കൂട്ടിക്കൊടുക്കുന്ന രീതിയിലേക്ക് എത്തിയില്ലേ കേരളത്തിലെ നാണം കെട്ട പോലീസ്? ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്രയൊക്കെ വെള്ളം വീശാൻ ശ്രമിച്ചാലും ഈ പിണറായി ഭരണം രക്ഷപ്പെടാൻ പോകുന്നില്ല. മൂന്നാമത് പോയിട്ട് 2 തന്നെ കാലാവധി പൂർത്തിയാക്കുമോ എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോ ഈ മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കുന്നത് നരേന്ദ്രമോദിക്ക് പാദസേവ ചെയ്തുകൊണ്ടാണ്. പകലൊക്കെ BJP വിരുദ്ധ പ്രസംഗിക്കുകയും രാത്രി മോഡിയുടെ ചെരുപ്പ് നക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിലേക്ക് ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എത്തിച്ചേർന്നിരിക്കുകയാണ്. ലോക കമ്മ്യൂണിസത്തിന് തന്നെ അപമാനകരമായി മാറിയിരിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ. ഇനി എത്ര അയ്യപ്പ സംഗമം നിങ്ങൾ നടത്തിയാലും നിങ്ങൾ ചെയ്ത പാവങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഇപ്പോഴ് അയ്യപ്പ സംഗമം, അത് കഴിഞ്ഞാൽ ന്യൂനപക്ഷ സംഗമം, അത് കഴിഞ്ഞാൽ SC/ST സംഗമം, അവസാനം അടുത്ത ജാനുവരിയിൽ പിണറായി വിജയന്റെ ഗുരുവായൂരിൽ ശേലപ്രതിഷ്ഠ കൂടി. ഇതെല്ലാം ചെയ്താലും നിങ്ങൾ രക്ഷപ്പെടില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട്, നിങ്ങൾ ഇതൊക്കെ കണ്ട് വല്ലാതെ ഊറ്റം കൊള്ളണ്ട. ഞങ്ങളുടെ 3 KSUവിന്റെ കുട്ടികളെയാണ് നിങ്ങൾ കയ്യാമം വെച്ച് മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ കൊണ്ടുവരും. മജിസ്ട്രേറ്റുകളോട് ചോദിച്ചെന്താ? അതിന് തക്കൊണ്ട് ഈ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തെന്ന് മജിസ്ട്രേറ്റ് പോലും ചോദിച്ചില്ലേ. മാത്രമല്ല, കുന്നംകുളത്തെ ചൊവ്വന്നൂർ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ നിങ്ങൾ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി.